ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഞാനിന്നൊരു ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വൈറ്റമിന് സിയും മേയും കാൽസ്യമൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള നമ്മളെ മുരിങ്ങയിലൻ്റെ കറിയാണ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേ മെത്തേഡിൽ വീഡിയോയിൽ കാണിക്കുന്ന മെത്തേഡിൽ ഇതുവരെ ഈ മുരിങ്ങയില കറി ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. എല്ലാവർക്കും ഇഷ്ടമാവും. മുരിങ്ങയില കഴിക്കാൻ തോരനാക്കി കഴിക്കാൻ മടിയുള്ള കുഞ്ഞു മക്കൾ പോലും ഈ കറിയും കൂട്ടിയിട്ട് അപ്പവും ചോറും ചപ്പാത്തിയും ഒക്കെ കഴിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ 1 കപ്പ് മുരിങ്ങയില നല്ല തണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള പൈസ എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണ് മല്ലിയും, ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടിയും, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂണ് വലിയ ജീരകമാണ് എടുത്തത്. അങ്ങനെ ഞാൻ മുരിങ്ങയിലൊക്കെ കഴിച്ച് വെള്ളം വരാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ ഇതുപോലെ ഒരു ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ കാണിച്ച പൈസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ, നല്ല മഷി പോലെ അരച്ചെടുക്കാൻ അറിയുന്നില്ല, അതുപോലെ ഒന്ന് അരച്ചെടുക്കുക. സിമ്പിളാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ആകെ 10 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പം ഞാനിതുപോലെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള കുറച്ചൊരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഒരു സവാള ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങക്കത്ത് ഉപ്പ് ചേർക്കണം, അതുകൊണ്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. സവാള ഒന്ന് വാടി വരാണ്. അതിനുശേഷം നമ്മൾ കഴുകി വെള്ളം വരാൻ വെച്ച നമ്മളെ എന്താ പറയുക, നമ്മളെ മുരിങ്ങയിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ മുരിങ്ങയിലൊക്കെ ഒന്ന് വാടി വരും. അതിനുശേഷം നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. അരപ്പ് ഒഴിച്ചിട്ട് ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിളക്കുമ്പോൾ ഒന്ന് കറിയൊക്കെ നന്നായി ടൈറ്റായിട്ട് വരുന്നതായിട്ടാണ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് വെള്ളമെല്ലാം ചേർത്തിട്ട് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ബാക്കി പൈസൊക്കെ നമ്മൾ അരവിൽ ചേർത്തുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്, അതായത് ചാറൊന്ന് കുറുകാൻ മാത്രം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ആ സ്റ്റൗവിൽ തന്നെ കറി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റായി കുറുകി വരാനാണ്. ഇപ്പോൾ നമ്മൾ കറിയെല്ലാം നല്ല സെറ്റായി വന്നാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ കറി ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്നാൽ പിന്നെ ഇപ്പം തന്നെ വേഗം പോയി ഉണ്ടാക്കിക്കോ. ടേക്ക് കെയർ, ബൈ ബൈ.